നമസ്കാരം. അപ്പൊ ഒരു പ്രധാന വാർത്തയാണത്. നിലവിൽ നമ്മളിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് കാസർഗോഡുള്ള ഒരു 35 വയസ്സുകാരി ഒരു സ്ത്രീജനം നിരവധി ചെറുപ്പക്കാരെയും അതിനോടൊപ്പം തന്നെ നിയമപാലകരായ പോലീസുകാരെയും ഹണി ട്രാപ്പിൽ കുടുക്കി എന്നൊരു വാർത്തയായിട്ടാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ന്യൂസ്. അപ്പോൾ കാസർഗോഡ് കൊമ്പനടക്കം സ്വദേശിനി ശ്രുതി ചന്ദ്രശേഖരനാണ് പോലീസുകാർ കൈയോട് പിടിച്ചേക്കണത്. തീർച്ചയായിട്ടും ഒട്ടനവധി ചെറുപ്പക്കാരെ ഈ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിയമപാലകരായ പോലീസുകാരെയും ഭീഷണിപ്പെടുത്തി ഒരുപാട് കേസുകളിൽ പെടുത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളെയും പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം IAS വിദ്യാർത്ഥിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളെയും വഞ്ചിച്ചിരിക്കുന്നത്. ഒരു ഗംഭീര ഹണി ട്രാപ്പ് തന്നെയാണ് ഈ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ത്രീജനം. കാരണം കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ എന്നീ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വലയിൽ വീഴ്ത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു പ്ലാനിങ് തന്നെയാണ്. ISR അസിസ്റ്റന്റ് എഞ്ചിനീയർ മാത്രമല്ല, ചില സമയങ്ങളിൽ അവര് IAS വിദ്യാർത്ഥിനി വരെ ആയി മാറിയിട്ടുണ്ട്. നിലവിൽ ഓരോ ചെറുപ്പക്കാരെയും പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജില്ലകളിൽ വളരെ ഒരു 4-3 ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ പെടുത്തിയിട്ടും കൂടിയുണ്ട്. ഇത് വലിയൊരു ഗംഭീര പ്ലാനിങ്ങോട് കൂടിയ ഒരു ഹണി ട്രാപ്പായിട്ട് നമുക്ക് ഇപ്പൊ ന്യൂസിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നിരവധി ചെറുപ്പക്കാരെ സാമ്പത്തികപരമായ രീതിയിലും അതോടൊപ്പം തന്നെ ഗോൾഡ് സംബന്ധമായും ഒത്തിരി വഞ്ചിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കേസിന്റെ ഒരു ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ന്യൂസുകളിൽ ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു സ്ത്രീജനത്തിന്റെ ഫോട്ടോ അടക്കം കാണിച്ചിട്ടുണ്ട്. നിലവിൽ 35 വയസ്സുള്ള ഈ ഒരു സ്ത്രീജനം ഹണി ട്രാപ്പ് നടത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 ജില്ലകളിലെ പോലീസുകാരെ വഞ്ചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ചെറുപ്പക്കാരെയും ഈ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്നുള്ളതാണ്. വെൽ പ്ലാനഡ് ആയിട്ടുള്ള ഒരു ഹണി ട്രാപ്പ് ആണെന്ന് ഈ ഒരു ന്യൂസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.